നമസ്കാരം. മദ്യനയ അഴിമതി കേസിൽ വീണ്ടും പിടിമുറുക്കിയിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ആം ആദ്മി പാർട്ടിയുടെ അധ്യക്ഷനും ദില്ലി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനോട് വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ ഹാജരാവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ട്. തിങ്കളാഴ്ചയാണ് കെജ്രിവാളിന് ഇഡി നൽകിയിരിക്കുന്ന അവസാന ദിവസം. എന്തായാലും ഇത്തരത്തിലുള്ള വലിയ ഒരു പ്രതിസന്ധിയിൽ കെജ്രിവാൾ പെട്ടിരിക്കുന്നതിനിടയിലാണ് ബംഗാളിൽ നിന്നും അദ്ദേഹത്തിന് ഒരു കൈസഹായം എത്തുന്നത്. മറ്റാരുമല്ല, ബംഗാളിന്റെ മുഖ്യമന്ത്രിയായ തൃണമൂൽ കോൺഗ്രസിന്റെ അധ്യക്ഷയായ മമതാ ബാനർജിയാണ് കെജ്രിവാളുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഒരുങ്ങുന്നത്. ഫെബ്രുവരി 21 മമതാ ബാനർജി പഞ്ചാബ് സന്ദർശിക്കുകയും ഭഗവത് മന്നിനെയും അതിനോടൊപ്പം തന്നെ അരവിന്ദ് കെജ്രിവാളിനെയും സന്ദർശിക്കുമെന്നുകൂടി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ കർഷക സമരത്തിൽ ആം ആദ്മി പാർട്ടിക്കുള്ള പങ്ക് എന്ത് എന്നുള്ള ഒരു ചോദ്യം കൂടി ഇതിനിടയിൽ ചേർത്ത് വായിക്കപ്പെടേണ്ടതുണ്ട്. ഈ ആം ആദ്മി പാർട്ടി മനഃപൂർവ്വമായി തന്നെ അരവിന്ദ് കെജ്രിവാളിനെതിരായ കേസിൽ നിന്നും രാജ്യത്തിന്റെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയാണ് കർഷക സമരത്തെ ഇത്ര കണ്ട് പിന്തുണയ്ക്കുന്നത് എന്ന ഒരു വാദമാണ് BJP ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഉയർത്തുന്നത്. ഈ സമരത്തിന് പിന്നിലുള്ളതിൽ ഭൂരിഭാഗവും ആം ആദ്മിയുടെ പ്രവർത്തകരാണോ എന്ന സംശയം കൂടി BJPയുടെ വൃത്തങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും നമുക്കറിയാം, ഈ കർഷക സമരത്തിൽ കർഷകർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങളെല്ലാം തന്നെ പാർലമെന്റിൽ പാസ്സാക്കേണ്ടതാണ്. പക്ഷേ നിലവിൽ നമ്മുടെ അവസാന പാർലമെന്റ് സെഷനും കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത സർക്കാർ അധികാരത്തിലേറുമ്പോൾ മാത്രമേ പാർലമെന്റുമായി ബന്ധപ്പെട്ട് നടത്തേണ്ട നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ അവിടെ പാസ്സാക്കേണ്ട നിയമങ്ങൾ, ബില്ലുകളെ കുറിച്ചൊക്കെയുള്ള ഒരു ധാരണ എത്തുകയുള്ളൂ. ഈ ഒരു വൈരുദ്ധ്യത ഇവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം എന്തുകൊണ്ട് ഇതിന് കുറച്ച് മുൻപ് അല്ലെങ്കിൽ ഈ അവസാന പാർലമെന്റ് സമ്മേളനം ചേരുന്നതിന് മുൻപ് എന്തുകൊണ്ട് ഈ പ്രതിഷേധം അരങ്ങേറിയില്ല? പാർലമെന്റ് സമ്മേളനം കഴിഞ്ഞ ഉടൻ തന്നെ ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പും അതിനുശേഷം പുതിയ സർക്കാരിന്റെ ഒരു സ്ഥാനാരോഹണം വരെയൊക്കെയും കാത്തിരിക്കേണ്ടതുണ്ട്. അതിനിടയിലാണ് ഒരു രണ്ടും ഘട്ട സമയത്ത് സമരവുമായി കർഷകർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ യഥാർത്ഥ ആവശ്യം എന്താണ് എന്ന് തന്നെയാണ് BJPയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയം. നമുക്കറിയാം, ഇതിന് മുൻപ് തന്നെ INDA എന്ന സഖ്യത്തിനുള്ളിൽ ഒരു കുറുമുന്നണിയായി തൃണമൂൽ കോൺഗ്രസും അതിനോടൊപ്പം ആം ആദ്മി പാർട്ടിയും ഉണ്ട് എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ഈ അഭ്യൂഹങ്ങളെ കൂടി ശരിവയ്ക്കുന്നതാണ് ഇപ്പോൾ മമതാ ബാനർജി ഇവരുമായി നടത്താനിരിക്കുന്ന ഈ കൂടിക്കാഴ്ച എന്നുകൂടി പറയേണ്ടി വരും. എന്തായാലും തിങ്കളാഴ്ച അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. നിർണായക യോഗം ഇതിനിടയിൽ നടക്കാൻ പോകുന്നു. ഇതൊക്കെ തമ്മിൽ കൂട്ടി വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഒരു കള്ളം മറയ്ക്കുന്നതിന് വേണ്ടി ഒരു 100 കള്ളം പറഞ്ഞ പ്രതിഭാസത്തെക്കുറിച്ച് തന്നെയാണ്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.